നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. സഖരിയ പ്രവചനം 2-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരുശലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു. അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്നു. അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരുശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്ന് കിടക്കുമെന്ന് പറയുക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ വടക്കേ ദേശം വിട്ടോടുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിന്റെ 4 കാറ്റുപോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ, ചാടിപ്പോക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത് ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവർ അവന്റെ കൺമണിയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈകുലുക്കും, അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായി തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിന്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധ ദേശത്ത് യഹൂദയെ തന്റെ ഓഹരിയായിട്ട് കൈവശമാക്കുകയും യെരുശലേമിനെ വീണ്ടും തെരഞ്ഞെടുക്കുകയും ചെയ്യും. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പീൻ, അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നരുളിയിരിക്കുന്നു. ഈ സഖരിയ പ്രവചനം 2-ാം അധ്യായത്തിൽ 2 പ്രധാന വാക്യങ്ങളുണ്ട്. അതിലൊന്ന്, ഞാൻ ഇസ്രായേലിന് തീമതിലായിരിക്കും. തീമതിൽ എന്നുള്ള പ്രയോഗം ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ ബൈബിളിൽ. രണ്ടാമത്തെ, നിങ്ങളെ തൊടുന്നവർ എന്റെ കൺമണിയെ തൊടുന്നു എന്നാണ്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ സഖരിയാവ് കയ്യിൽ അളവുനൂൽ പിടിച്ച ഒരു ദൂതനെ കാണുകയാണ്. എവിടെ പോകുന്നു എന്ന് സഖരിയാവ് ചോദിച്ചപ്പോൾ യെരുശലേമിനെ അളന്നു തിരിക്കാൻ, അതിന്റെ നീളവും വീതിയും ഒക്കെ അളക്കാൻ പോവുകയാണ്. ആ ദൂതൻ പറഞ്ഞത്, ഇന്ന് യെരുശലേമിന് മതിൽ ഇല്ലെങ്കിലും അതൊരു ഗ്രാമത്തെ പോലെ കഴിയുന്നെങ്കിലും ഞാൻ അതിന് തീമതിലായിരിക്കും എന്നാണ്. നമുക്കറിയാം, എലീശ പ്രവാചകന്റെ കാലത്ത് അരാമ്യ സൈന്യം പ്രവാചകനെ പിടിക്കാൻ വന്നു. പ്രവാചകന്റെ ശിഷ്യൻ നോക്കിയപ്പോൾ ഇതാ അരാമ്യരുടെ കുതിരപ്പട. അയാൾ നിലവിളിച്ചുകൊണ്ട് ഓടി. അപ്പോൾ എലീശ പ്രവാചകൻ, ദൈവമേ ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ പോയി നീ നോക്കുക. രണ്ടാമത് പ്രവാചകൻ ശിഷ്യൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ഷേപ്പിൽ രഥങ്ങളും കുതിരകളും. ഇവിടെ ഇതാ ദൈവം പറയാണ് അഗ്നിമതിലായിരിക്കും എന്ന്. ആർക്കെങ്കിലും എടുക്കാൻ സാധിക്കുമോ? ദൈവം പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവരെ ഞാൻ ദഹിപ്പിച്ചു കളയും. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദൈവം പ്രവാചകനിലൂടെ പറയുന്നത്, ബാബേലിൽ ശേഷിച്ചിരിക്കുന്നവരോട് ധൈര്യമായി നിങ്ങൾ ആ വടക്കേ ദേശം വിട്ടുപോരുക, നിങ്ങളെ ആരും പുറകെ വന്ന് ഉപദ്രവിക്കുകയില്ല, നിങ്ങളെ തൊടുന്നവർ ദൈവത്തിന്റെ കൺമണിയായിരിക്കും തൊടാൻ ശ്രമിക്കുന്നത് എന്നാണ്. തന്നെയല്ല, നിങ്ങൾ അവരെ ന്യായം വിധിക്കും. ദാസന്മാരായ നിങ്ങൾ നിങ്ങളുടെ യജമാനന്മാരായിരുന്ന ബാബേൽക്കാരെ ന്യായം വിധിക്കും എന്ന് ദൈവം പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ്. ഇത് ദൈവം ക്ഷമിച്ച മടക്കി വെറ്റിയ ഇസ്രായേൽ മക്കളുടെ കാര്യം മാത്രമല്ല, യേശുവിനാൽ രക്ഷിക്കപ്പെട്ട് പാപമോചനം പ്രാപിച്ച നമ്മുടെയും കാര്യമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. തൊട്ടു താഴെ കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ സഭയ്ക്കെതിരെ 1-ാം നാൾ മുതൽ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഉപദ്രവം ഉണ്ടാകും. ആദ്യം യഹൂദന്മാരുടെ ഉപദ്രവമായിരുന്നു, പിന്നെ റോമാക്കാരുടെ ഉപദ്രവം ഉണ്ടായി, പിന്നീട് ലോകത്തിലുള്ള സകല
ജാതികളും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ ഇടയായി. കാരണം യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്ക് എത്തത്തില്ല. ഇത് കേട്ട പത്രോസിക എഴുതിയത് എന്താണ്? മറ്റൊരുത്തനും രക്ഷയില്ല. പൗലോസ് എഴുതിയത് എന്താണ്? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മധ്യസ്ഥനും ഒരുവൻ. എല്ലാ മതവും ദൈവത്തിങ്കിലേക്കാണെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടമാണ്. എല്ലാ മതത്തിലും സത്യമുണ്ട് എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടമാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും ദൈവികമാണെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടമാണ്. എന്നാൽ ബൈബിൾ മാത്രമാണ് സത്യം, യേശു മാത്രമാണ് സത്യം. അതാണ് യേശു പറഞ്ഞത്. അത് ഏറ്റുപറയുന്ന ആളുകൾ ഉപദ്രവിക്കുകയാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളുകൾക്ക് രൂപാന്തരം ഉണ്ടായിട്ടുണ്ട്. അവരുടെ മദ്യപാനം മാറിയിട്ടുണ്ട്, അവരുടെ ചാബല്യങ്ങൾ മാറിയിട്ടുണ്ട്, അവർക്ക് അവരുടെ കോപം മാറി, അവർക്ക് സന്തോഷമായി, അവരുടെ അസ്വസ്ഥത മാറി, അവർക്ക് സമാധാനമായി, അവരുടെ പ്രതികാര ചിന്തയും വൈരാഗ്യവും മാറി, അവർക്ക് സ്നേഹമായി. അവര് കുടുംബം നോക്കുന്നു, നാട്ടിന് കൊള്ളാവുന്നവരാണ്, അവര് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല. അതൊന്നും ആളുകൾക്ക് വിഷയമല്ല. അവർ മദ്യം കഴിക്കുന്നുണ്ടോ കഴിക്കാതിരിക്കുന്നുണ്ടോ, പുക വലിക്കുന്നുണ്ടോ, അത് മയക്കുമരുന്ന്, അതൊന്നും വിഷയമല്ല. അവർ യേശു മാത്രമാണ് ദൈവമെന്ന് പറയുന്നു. അത് ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുവാൻ അവരെ കൊല്ലുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഉപദ്രവം ഉണ്ടാകും, പക്ഷെ പാതാള ഗോപുരങ്ങളതിന് ജയിക്കുകയില്ല. കഴിഞ്ഞ 2000 കൊല്ലമായി യേശുവിൻ്റെ സുവിശേഷം സകല ഭൂഖണ്ഡങ്ങളിലും ദ്വീപുകളിലും സകല ഭാഷയിലും അത് പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ആത്മീക അധപ്പതനമുണ്ട്, പള്ളികളൊക്കെ അവ വിൽക്കുന്നുണ്ട്, ചില പുരോഹിതരുൾപ്പെടെ പോലും അവർ മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ, അതൊക്കെ ബൈബിളിലുള്ള വിശ്വാസത്യാഗം ഉണ്ടാകും എന്നൊക്കെ ബൈബിളിലുണ്ട്. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ ആത്മീയ അധപ്പതനം ചില സ്ഥലങ്ങളിൽ, പഴയ സ്ഥലങ്ങളിൽ ഉണ്ടെന്നുള്ളത് ശരി തന്നെ. കാരണം ഇത് ക്രിസ്ത്യാനിത്വത്തിൽ, അതായത് കൊച്ചുമക്കളൊന്നുമില്ല. യേശുവിനെ സുവിശേഷം കേട്ട ഓരോ തലമുറയിലും ആളുകൾ മാനസാന്തരപ്പെട്ട് വ്യക്തിപരമായി യേശുവിനെ സ്വീകരിച്ച് സ്നാനപ്പെടണം. അതല്ലാതെ പണ്ടുകാലത്ത് ഏതോ ഒരു വല്യപ്പൻ യേശുവിനെ കൈക്കൊണ്ടു, അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും തലമുറകളും എല്ലാം ക്രിസ്തീയ പേരുള്ളവരായതുകൊണ്ട്, ക്രിസ്തീയ ആചാരാനുഷ്ഠാനം ഉള്ളവരായതുകൊണ്ട് അവർ യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ആളുകൾ വിചാരിക്കുകയാണ്. ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ലോകാവസാനത്തോളം അതിന് സുവിശേഷം സഹിക്കണം. ലോകാവസാനത്തോളം അത് കേട്ട് വിലയിരുത്തി യേശുവിനെ വിശ്വസിച്ച് വ്യക്തിപരമായി സ്നാനപ്പെടാൻ ആളുകൾ തയ്യാറാകണം. അതാണ് രക്ഷാമാർഗം. അത് ഏതായാലും നടക്കുന്നുണ്ട്. 9 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം ഇസ്രായേലിന്റെ ശത്രുക്കളെ തോൽപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്ന കാര്യമാണ്. അതെല്ലാം ദൈവം അവരുടെ മധ്യേ ഉണ്ടെന്ന് അവർ അറിയാൻ ആയിരുന്നു. അത് നിമിത്തം ശത്രുക്കളെ യഹോവയെ കൈക്കൊണ്ട് ഇസ്രായേലിനോട് ചേരാൻ ഇടയാകും എന്നാണ്. എസ്തേറിന്റെ കാലത്ത് ദൈവപ്രവൃത്തി കണ്ട് ശത്രുക്കൾ യഹൂദന്മാരായതായിട്ട് എഴുതിയിട്ടുണ്ട്. സഭയുടെ ചരിത്രത്തിലും ശത്രുക്കളായ ആളുകളും ശത്രു രാജ്യങ്ങളും മാനസാന്തരപ്പെട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന ദക്ഷിണ കൊറിയയൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷേ അവിടെ ഇന്ന് ഏറ്റവും വലിയ ഉണർവ് ഉള്ള രാജ്യം ദക്ഷിണ കൊറിയയാണ്. അതുപോലെ ധാരാളം, അതായത് ക്രിസ്തു വിരോധികളുടെ രാജ്യങ്ങളിൽ ഈ സുവിശേഷം കേട്ട ആളുകൾ മാനസാന്തരപ്പെട്ട് കർത്താവിനെ ആരാധിച്ച് വരുന്നു. അവസാന വാക്യങ്ങൾ ദൈവരാജ്യത്തിന്റെ കാര്യമാണ്. വിശ്വസിക്കുന്ന യഹൂദനും വിശ്വസിക്കുന്ന പുറജാതിയും ഒരുമിച്ച് ദൈവരാജ്യം അനുഭവിക്കാനിടയാകും. അതിന്റെ നിഴലാണ് ഇന്ന് കാണുന്ന സഭ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശുവിന്റെ വരവെടുത്തു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ കൈക്കൊണ്ട് ദൈവരാജ്യത്തിന് ഉടമകളാകാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.